ഹലോ മുത്തുമണികളെ. അപ്പോ ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഖദീജ ഖദീജ എന്ന് പറയുന്ന ആ പേര് തന്നെ വളരെ ഭയങ്കരമായിട്ട് നമ്മളൊക്കെ കാണുന്ന ഒരു പേരാണ് അല്ലെ. പ്രവാചകന്റെ ആദ്യത്തെ ഭാര്യയുടെ പേര് ഖദീജ എന്നായിരുന്നു അല്ലെ. അപ്പോ ഈ ഖദീജനെ ഞാൻ കാണുന്നത് എങ്ങനെയാണ് എന്നറിയാമോ? എനിക്ക് സീറോ വില പോലും ഇല്ലാത്ത ഒരു സ്ത്രീ ആയിട്ടാണ് ഞാൻ ഈ ഖദീജയെ കാണുന്നത്. ഇത് മാത്രമല്ല, ഈ സ്ത്രീ പബ്ലിക്കിൽ വരുന്നത് എന്ന് പറയുന്നത് ഭയങ്കര ദീനിയായ ഉമ്മയായിട്ടൊക്കെയാണ് വരണത്. ഈ കുറെ അധികം തള്ളമാരുണ്ട്, അതായത് ഭയങ്കര ദീന് വിൽക്കുന്ന ഉമ്മമാര്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവരെയൊക്കെ കാണുന്നത് എന്നെ ചതുർത്ഥിക്ക് തുല്യമാണ്. ഈ സ്ത്രീ ഇന്നത്തെ വീഡിയോയിൽ എന്നെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് സഹോദരി എന്നാണ്. അപ്പൊ നീ എന്നെ സഹോദരി എന്ന് വിളിച്ചത് കൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയണം. ഒന്നാമത്തത്, നിന്റെ സഹോദരി ആകാനുള്ള പ്രായമല്ല എനിക്കുള്ളത്. രണ്ടാമത്തത്, നീ എന്നെ അപമാനിച്ച ഒരുപാട് കമന്റുകൾ ഈ നെജില എന്ന് പറയുന്ന അവരുടെ വീഡിയോയ്ക്ക് താഴെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പോയി അത് നോക്കി. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിന്റെ ആ നെടുക്കത്തരം വിളമ്പുന്ന ഭയങ്കര നിന്റെ നാവിൽ വിളഞ്ഞിട്ടുള്ള ഭയങ്കര വികട സരസ്വതിയെ അന്വേഷിച്ച് ഞാൻ ഇവളുടെ വീഡിയോയ്ക്ക് താഴെ പോയപ്പോ ആ കമന്റുകളൊന്നും കാണുന്നില്ല. കുറച്ച് കമന്റുകൾ മാത്രം അവിടെ കിടക്കുന്നു. ഇത് മാത്രമല്ല, അന്ന് ഇവളുടെ നജിലയുടെ മുഴുവൻ ലൈവുകളും കാണുന്ന ഞാൻ കണ്ടിട്ടുള്ളതാണ്. എന്റെ സഹോദരനെ ചേർത്ത് എന്നെ അവിഹിതം പറഞ്ഞ സമയത്ത് രായമ്മ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സഹോദരനെയും ചേർത്ത് അവിഹിതം ആരോപിച്ചപ്പോ ആ സത്യങ്ങളെല്ലാം പുറത്തു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇട്ട കമന്റുകൾ എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കൂല. എന്നിട്ടിപ്പൊ ആരുടെ സത്യങ്ങളാണ് പുറത്തു വന്നതെന്ന് കണ്ടല്ലോ. പിന്നെ ഇത് മാത്രമല്ല, കുറെ നാളുകൾക്ക് മുമ്പ് ഇവരെ ഈ നജില എന്ന് പറയുന്ന സ്ത്രീയെ ഞാൻ വിമർശിച്ച സമയത്ത് ഞാൻ ഒരുപാട് മാനസിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഈ സ്ത്രീ കാരണമല്ല, മറ്റൊരുപാട് ആളുകൾ കാരണമല്ല. ഈ സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്യുന്ന കുറച്ച് ദീനിയായ ഉമ്മമാരും കുറച്ച് വലിയേട്ടന്മാരും കുറച്ച് അലവലാദികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവന്മാര് എന്റെ വാ അടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച രീതി എന്ന് പറയുന്നത് എന്റെ അഭിമാനത്തെ തൊട്ടിട്ടാണ്. എന്റെ അഭിമാനത്തെ കളങ്കപ്പെടുത്തിക്കൊണ്ടും നിന്റെ CCTV ദൃശ്യങ്ങൾ ഉണ്ടടി, നീ ഷഡ്ഡിയും റൈസും ഇട്ടുപാടി, നിന്റെ പല്ലിങ്ങനെ എല്ലിടിയിരിക്കുന്നത്, നിന്റെ മൂക്കിങ്ങനെ എല്ലിടിയിരിക്കുന്നത്, നിന്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അധികം കമന്റുകൾ ഇട്ട് എന്റെ പിന്നാലെ സൗഹൃദം നടിച്ചു വന്ന കുറെ ആളുകളുമുണ്ട്. എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ച കുറെ അധികം ആളുകളുമുണ്ട്. അതിൽപ്പെട്ട ഒരു തള്ളയാണ് ഈ തള്ള ഇന്ന് വന്നിരുന്ന് സഹോദരി എന്ന് വിളിക്കുമ്പോ അത് കേട്ട് സന്തോഷിക്കുന്ന ആളല്ല തള്ള ഞാൻ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇങ്ങനെ മാനസിക പീഡനം ഞാൻ ഏൽക്കുന്ന സമയത്ത് എന്റെ കൂടെ മറ്റൊരു സുഹൃത്ത് കൂടി ഉണ്ടായിരുന്നു. എന്റെ മോൾ ഐഷ നേഹ എന്ന് പറയുന്ന വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ വളർത്തുമകൾ അതെ ഐഷ നേഹനെ ഈ നജില എന്ന് പറയുന്ന സ്ത്രീ അവരുടെ കള്ളങ്ങൾ പുറത്ത് കൊണ്ടുവന്നത് കൊണ്ടും അവർക്ക് പിന്നീട് ചാരിറ്റി, ഇതുപോലെ തട്ടിപ്പ്, ഈ വക കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, ജനങ്ങൾ അവരെ വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടപ്പോ എന്റെ വാ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തരം അഴിഞ്ഞാട്ടം ഈ സ്ത്രീ എന്റെ ലൈഫിൽ നടത്തിയിട്ടുണ്ട്. ഈ അഴിഞ്ഞാട്ടത്തിൽ എന്റെ സുഹൃത്തുക്കൾ, എന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടുന്ന ആളുകൾ, എന്റെ ഭർത്താവ്, എന്റെ മക്കൾ, എന്റെ അയൽക്കാർ, എന്റെ അമ്മ തുടങ്ങി എല്ലാവരും അപമാനിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതില് ഈ ഐഷ നേഹ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനലിലൂടെ അവൾ പബ്ലിക്കാക്കിയിരുന്നതും ഇവളുടെ കള്ളങ്ങളായിരുന്നു. ആ കുട്ടി വക്കീലിന് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ മൈൻഡ് ആ കുട്ടിക്ക് ഉള്ളത് കൊണ്ട് ഇവൾ ഇടുന്ന വീഡിയോയിൽ നിന്നും ഇവൾ പറയുന്ന കള്ളങ്ങൾ പോയിന്റ് വെച്ച് അവള് തെളിയിക്കുമായിരുന്നു. ഞാൻ ഈ വീഡിയോയുടെ താഴെ ഐഷ നേഹയുടെ ചാനലിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് കയറി നോക്കണം. ഇതില് ആ പെൺകുട്ടി ഇവളെ അഭിസംബോധന ചെയ്ത ഒരു ഭാഗമുണ്ട്. അതായത്
ഭാഗമല്ല, അവളെ അഭിസംബോധന ചെയ്യുന്നത് കല്യാണ രമണി എന്ന് പറഞ്ഞിട്ടാണ്. ഈ ഐഷ നേഹ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വെറും 21 വയസ്സ് മാത്രമാണ് പ്രായം. അവൾ ഈ വീഡിയോകൾ കണ്ട് അവൾ വിലയിരുത്തിയതാണ് ഈ സ്ത്രീ ഒരു കല്യാണ രമണിയാണ് എന്നുള്ളത്. ആ നാട്ടിൽ പോയി നിങ്ങൾ അന്വേഷിച്ചാലും അവിടെയുള്ള നാട്ടുകാർക്ക് പറയാനും ഇതേ കഥ തന്നെയാണുള്ളത്. അതായത് പുരുഷന്മാരെ കാണുമ്പോൾ ഈ സ്ത്രീകൾ സാധാരണഗതിയിൽ ആഭരണം, പാത്രം, പിന്നെ വസ്ത്രം, ഈ പട്ടുസാരി അങ്ങനെയൊക്കെ ഉള്ളതിൽ ഭയങ്കര പെട്ടെന്ന് ആകർഷണീയരാകുകയും അത് വാങ്ങാൻ വേണ്ടിയിട്ട് എത്ര എക്സ്പെൻസ് ആയാലും അത് വാങ്ങുകയും ചെയ്യുന്ന ഒരു സ്വഭാവം സ്ത്രീകൾക്കുണ്ട്. അപ്പോ ഈ സ്ത്രീ എന്ന് പറയുന്നത്, ഈ സ്ത്രീക്ക് വസ്ത്രങ്ങള്, ആഭരണങ്ങള്, ഭയങ്കരമായ ആഡംബര ജീവിതം, ഇതിലൊന്നും മാത്രമല്ല കമ്പമുള്ളത്, മറിച്ച് പുരുഷന്മാരിലും കമ്പമുണ്ട് എന്നുള്ളത് ആ പെൺകുട്ടി അവളുടെ വീഡിയോകളിലൂടെ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് ഇവള് ചെയ്ത പണി എന്ന് പറയുന്നത്, ഇവളുടെ കൂടെ ഹെൽപ്പിനായിട്ട് രണ്ട് വ്യക്തികളല്ല, ഇതുപോലുള്ള ദീനിയായ ഉമ്മമാര് കുറെ എണ്ണങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറെ വലിയ ഏട്ടന്മാരും ഉണ്ടായിരുന്നു. കുറെ ഇവക്ക് കട്ടിന്റെ അടിയിൽ സേവ ചെയ്യുന്ന കുറച്ചധികം പിന്നെ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇതില് രണ്ട് വ്യക്തികൾ എന്റെ ലൈഫിലും വന്നു കയറിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ദീനിയായ ഉമ്മയായിട്ട് ദീനിയായ ഉമ്മ ചമഞ്ഞുകൊണ്ട് ഒരു ഉമ്രത്തമ്പുരാട്ടിയും ഒരു വലിയേട്ടനും എന്റെ പിന്നാലെയും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് എനിക്കന്ന് ഇവരെ ഒന്നും കുറിച്ച് പിന്നെ വലിയ ധാരണയില്ലാത്തത് കൊണ്ടും ഇവർ വിരിച്ച വലയിൽ ഞാൻ ചെന്ന് വീഴുകയുണ്ടായി. പക്ഷെ അങ്ങനെ ഞാൻ വീണ സമയത്തും എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് ഈ 21 വയസ്സുള്ള പെൺകുട്ടിയും എന്റെ കൂടെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, മോളെ നീ നിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണ്ട എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ ആ ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവായിട്ട് ഇവരോട് സംസാരിക്കുന്ന രീതി കണ്ടിട്ടോ മറ്റോ എന്തോ ആണ് ഈ പെൺകുട്ടിക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. പെൺകുട്ടി അവളുടെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ഒരു വലിയേട്ടൻ ഉണ്ടായിരുന്നു. ഈ വലിയേട്ടനാണെങ്കിൽ ഈ പെൺപിള്ളേരെ വിളിക്കാൻ, കോൾ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടും ഈ പെൺകുട്ടീനെ ഒരു 5 തവണ വിളിച്ചു കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടി ഞാൻ ഓൺലൈൻ ക്ലാസ്സിലാണ്, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവളുടെ ഫോട്ടോ എടുത്ത് പബ്ലിക് ആക്കിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുത്ത് ആ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എനിക്ക് വിരിച്ച ഒരു വലയാണ്. പക്ഷെ അതിൽ ചെന്നുപെട്ടത് എന്ന് പറയുന്നത് എന്റെ ഒരു ബ്രദറും ഈ ഐഷ നേഹ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. എന്നെ ഇവർക്ക് യാതൊരു തരത്തിലും നശിപ്പിക്കാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവരെ നല്ല രീതിയിൽ ഇവർ ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ബയോഡേറ്റകൾ ഇവർ ശേഖരിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പെട്ടതായിരുന്നു ഈ പെൺകുട്ടിയുടെ ഫോട്ടോ അവിടെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ അപ്പോൾ തന്നെ കാണുകയും ചെയ്തു. ഞാൻ ഈ കുട്ടിയുടെ ഇൻബോക്സിൽ ചെന്നിട്ട് അത് പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളാ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 5 സെക്കൻഡുകൾക്കകം നടന്ന ആ സംഭവത്തിൽ ആ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തു വെച്ചു ഈ ഉമ്ര തമ്പുരാട്ടിയും ഈ വലിയേട്ടനും. അത് കഴിഞ്ഞ് ഇവർ നമ്മളെ പിന്നെ തകർക്കുക, അതായത് ഞാൻ ഈ സ്ത്രീയെ കുറിച്ച് സംസാരിക്കുന്നത് നിർത്തുക എന്നുള്ള കണ്ടീഷൻ ആയിരുന്നു ഇവരുടേത്. അതിനു വേണ്ടിയിട്ട് എന്റെ രഹസ്യങ്ങൾ തോണ്ടി എന്റെ വാ അടയ്ക്കാൻ വേണ്ടിയിട്ട് എന്റെ പിന്നാലെ വന്നവരായിരുന്നു ഇവർ എന്നുള്ളത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴത്തേക്കും ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഈ ഉമ്ര തമ്പുരാട്ടിയും ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രമാണ് ആ ഒരു ഫോട്ടോ ഈ പെൺകുട്ടി ഇട്ടത്. ആ പെൺകുട്ടി ഇട്ട അതേ ഫോട്ടോ പിറ്റേ ദിവസം ഈ നജില എന്ന് പറയുന്ന സ്ത്രീ പബ്ലിക് ആക്കിക്കൊണ്ട് ഈ പെൺകുട്ടിയാണ് എന്നെ കല്യാണ രമണി എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, കല്യാണ രമണി എന്ന് വിളിക്കുന്നതെന്ന് മാത്രമല്ല ഈ പെൺകുട്ടി അഫാനെ പോലെ കൊടും ക്രിമിനൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പബ്ലിക് ചെയ്യുന്നു. നിങ്ങൾ ചെന്ന് നോക്കുക. ഇവരുടെ വീഡിയോയിൽ ഈ നജില എന്ന് പറയുന്ന സ്ത്രീ ഇട്ടിരിക്കുന്ന വീഡിയോകളിൽ 9-10 മാസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ ഒന്ന് നോക്കുക. അതില് ഐഷ നേഹ എന്ന് പറയുന്ന ആൾമാറാട്ടക്കാരി ഇവളാണ് എന്ന് പറയുന്ന ആ വീഡിയോയുടെ താഴെയും ഈ തള്ളയര്, അതായത് ഈ ഖദീജ എന്ന് പറയുന്ന സ്ത്രീയുടെ കമന്റ് ഉണ്ട്. നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് എന്നെ സഹോദരി എന്ന് വിളിച്ചത് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. ഒരിക്കലും എന്റെ ഈ ജീവിതത്തിൽ എനിക്ക് യാതൊരു തരത്തിലൊരു ബന്ധം സൂക്ഷിക്കാനോ, നിങ്ങൾ എന്നെ സഹോദരി എന്ന് വിളിച്ചപ്പോൾ എനിക്ക് അയിത്തം, അതായത്
എനിക്ക് അത്രയേറെ വെറുപ്പാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ആ വീഡിയോയ്ക്ക് താഴെ, അതായത് ആ 21 വയസ്സുള്ള ആ പെൺകുട്ടി ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി പിന്നീട് കോളേജിൽ പോകാതായി ഈ ഒരൊറ്റ കാരണം കൊണ്ട്. അതായത് അഫാനെ പോലൊരു കൊടും ക്രിമിനലാണ് ഈ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇവള് വീഡിയോ ചെയ്തത്. അതിന്റെ താഴെ ചെന്ന് ആളെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടേക്കുന്നത് ആരെന്നറിയാമോ? ഈ തള്ള. ആളെ കിട്ടിയല്ലോ എന്ന് പറയുമ്പോ ആ പെൺകുട്ടി ചെയ്ത തെറ്റെന്താണ് എന്ന് നിങ്ങളൊന്ന് പറയണം. പെൺകുട്ടി ചെയ്ത തെറ്റ് ഇവളുടെ കള്ളങ്ങൾ പോയിന്റ് വെച്ച് തെളിയിച്ചു എന്നുള്ളതാണ്. ആ പെൺകുട്ടിയെ അത്രയേറെ ദ്രോഹിച്ച് ആത്മഹത്യയുടെ വക്കീലാക്കിയവരാണ് ഇവരൊക്കെ. പിന്നെ ഇതിന്റെ പിന്നിൽ നിന്ന് നല്ലതുപോലെ കളിച്ച ഒരു 2 സാധനങ്ങളുണ്ട്. ഒരു ഉമ്മറത്തമ്പ്രാട്ടിയും പിന്നെ ഒരു മലബാണവും. സത്യത്തില് നിങ്ങൾക്ക് പോലും മനസ്സിലാകുന്നില്ല. നിങ്ങൾ കരിമൂർക്കന്റെ വിഷവും കൊണ്ടാണ് ബീനിന്റെ പിന്നാലെ വന്നത്. പക്ഷെ ബീൻ നിങ്ങൾക്ക് ചെയ്ത ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഈ പാമ്പിനെ മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് കാലം ജീവിക്കൂല. മുറിവേൽപ്പിച്ചിട്ട് അതിനെ വിട്ട് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും പോയി എറുമ്പരിക്കപ്പെട്ട് എറുമ്പ് അരിച്ച് ആ പാമ്പ് ചത്തുപോകും. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ എനിക്ക് വഴി ഒരുക്കി തരും. എന്തിനെന്നറിയാമോ? ആ പെൺകുട്ടിയെ ആത്മഹത്യയുടെ വക്കോളം കൊണ്ടുവന്ന് എത്തിച്ചതിന്, എന്റെ ലൈഫിലെ എന്റെ ബന്ധങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ ചെയ്ത കർമ്മങ്ങൾക്ക് അതിനൊക്കെ ഉള്ളത് പടച്ച തമ്പുരാൻ തരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യമാണ്. ഇവിടെ ഇത്രയേറെ എന്നെ മതപരമായി വരെ ആക്ഷേപിച്ച സ്ത്രീ എന്നെ സഹോദരി എന്ന് വിളിക്കുമ്പോ എനിക്ക് അവരോട് പുച്ഛമാണ് എന്നുള്ളത് മാത്രമല്ല, ഇന്ന് അവർ ആ വീഡിയോയിൽ എന്നെ ഭയങ്കര പൊക്കി പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതിന്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ ആ സ്ത്രീ പറയുന്നുണ്ട്. അതായത് മറ്റൊരാളുടെ കുറ്റവും കുറവും പറയാൻ ഞാൻ ആര് എന്ന് പറയുമ്പോ, തള്ള നീ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഇട്ടേക്കുന്ന വീഡിയോയിൽ നീ ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്? കുറ്റം കുറവും പറയുക തന്നെയാണ് ചെയ്തത്. അതായത് അതിൽ കൂടി ഇങ്ങനെ പറയുകയാണ്, എനിക്ക് യാതൊരു ബന്ധവും ഇല്ല, ഞാൻ ഇവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, പക്ഷെ പടച്ച തമ്പുരാൻ തന്നെ നിന്റെ വാവുണ്ടിയെ പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്, അവൾ ഇങ്ങോട്ടും വിളിക്കാറുണ്ട് എന്നുള്ളത്. ഇനി അതിന്റെ ആ ഒരു വീഡിയോയിൽ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഒരാളെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഞാൻ ഒരു കാര്യവും പറയില്ല. എന്റെ മനസ്സിനെ വ്രണപ്പെടുത്തിയവളാണ്, അതുകൊണ്ട് നീ കൂടുതൽ ഡയലോഗ് പറയണ്ട. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ് കിടക്കുന്നവനെ അടിക്കും. കാരണം എന്റെ മനസ്സെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു മനസ്സാണ്. ഈ സ്ത്രീ, ഈ നജില എന്ന് പറയുന്ന സ്ത്രീ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള തെറ്റെന്ന് പറയുന്നത് അത്ര വലിയ തെറ്റാണ്. അത് നിങ്ങളല്ലല്ലോ അനുഭവിച്ചത്. പക്ഷെ അവിടെയും എനിക്ക് പറയാനുള്ളത്, ഈ നജില എന്ന് പറയുന്ന സ്ത്രീ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ പെട്ടവരാണ് ഈ തള്ളയോ എന്ന് പറയുന്നത്. ഇവര് പറയുന്നത് ഇവള് ഈ നജില എന്ന് പറയുന്ന സ്ത്രീ ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്ന്. എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ അത് എന്ത് ഉദ്ദേശത്തിലാണ് പറയുന്നത് എന്ന്. ഇവൾ കഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവരുടെ മക്കളെയും കൊണ്ട് ഇവളെ കഷ്ടപ്പെട്ടു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ മക്കളെ നോക്കുന്നത് അവളുടെ ഉമ്മയും ഉപ്പയുമാണ്, സഹോദരങ്ങളാണ്. പിന്നെ എങ്ങനെ ഇവൾ കഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്നു? നിങ്ങൾ ബാഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സമൂഹത്തിന് കൊടുക്കണ്ട. പിന്നെ ഇവൾ പിന്നെ എങ്ങനെ കഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്? നമ്മളായിരുന്നാലും ഇപ്പൊ വീട്ടിൽ ചുമ്മാതെ ഇരിക്കുന്നു. നമ്മൾ വീട്ടിൽ ചുമ്മാതെ ഇരിക്കുമ്പോ നമുക്ക് ആരോഗ്യമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. അപ്പൊ നമ്മളെ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട് ഒരു ജോലിക്ക് പോയി സമ്പാദിക്കുക എന്ന് പറയുന്നത് അതൊരു കഷ്ടപ്പാടാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? പണ്ട് കാലങ്ങളിൽ എന്റെയൊക്കെ കുടുംബ വീടെന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ചെറുപ്പത്തിൽ പോലും പണിയെടുക്കുമെന്ന്. ഇപ്പോഴല്ലേ ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമം വന്നത്? പിന്നെ കുട്ടികളെ ബാലവേല ചെയ്യാൻ പാടില്ല, കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിപ്പിച്ചാൽ അത് ശിക്ഷാർഹമാണ് എന്ന്. അതിനൊക്കെ മുമ്പുള്ള കാലഘട്ടങ്ങൾ നോക്ക്. ആ ഒരു വീട്ടില് അച്ഛനും അമ്മയും മക്കളും ഉണ്ടെങ്കിൽ ആ മക്കളടക്കം പാറമടയിൽ ചെന്ന് പാറ ഇടിക്കാൻ വേണ്ടിയിട്ട് പോകും, തൊണ്ട് ഫാക്ടറിയിൽ ചെന്ന് കയറ് പിരിക്കാൻ വേണ്ടിയിട്ട് പോകും, അണ്ടി ഫാക്ടറിയിൽ ചെന്ന് അണ്ടി തല്ലാൻ വേണ്ടിയിട്ട് പോകും. ഇതൊക്കെ പണ്ട് കാലം മുതലേ നടക്കുന്ന കാര്യമാണ്. ചെറിയ കുട്ടിയായിരിക്കുന്ന കാലം മുതലേ അവര് കഷ്ടപ്പെട്ട് അവരുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വീട്ടിൽ എത്ര പേരുണ്ട് അവരുടെ വയറ് നിറയാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുക. പാടത്ത് പോയി പണിയെടുക്കുന്ന എത്ര കുട്ടികളുണ്ടായിരുന്നു? അപ്പൊ അത്രയും അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന ഒരു കാലം തന്നെയാണ്. എല്ലാ മനുഷ്യരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ജീവിക്കുന്നത്.
അതെങ്ങനെ നിങ്ങൾ ഇവള് മാത്രം കഷ്ടപ്പെടുന്നത് കണ്ടു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത്തരത്തിലൊരു കഷ്ടപ്പാട് ഈ സ്ത്രീ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഓക്കെ, നിങ്ങൾ പറയുന്നത് സത്യം. ഇവരുടെ മക്കളെ നോക്കുന്നത് ആ അമ്മയും ബാപ്പയും. ആ കുട്ടികളെ കുളിപ്പിക്കുന്നത് തൊട്ട്, ആ കുട്ടികൾക്ക് വേണ്ടുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് തൊട്ട്, ആ കുട്ടികൾ കിടന്നുറങ്ങുന്നത് വരെ അവിടെ. പിന്നെ എപ്പോഴും എവിടെ ആര് കഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്? ഇവള് ഒരു റബ്ബർ കമ്പനിയിൽ, റബ്ബർ പിന്നെ പാലെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, അത് വലിയ പാടുള്ള ജോലി എന്നാണ് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജോലികൾക്കും അതിൻ്റെതായ പാടുണ്ട്. ആ റബ്ബർ എടുക്കാൻ പോകുന്നതിനും ചെറിയ പാടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വലിയ കഷ്ടപ്പാട് എന്ന് നിങ്ങൾ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നിൽക്കല്ലേ. പിന്നെ അതിന്റെ ഇടയിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്, ആ ഉമ്മാനെയും ബാപ്പേനെയും എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. നീയൊക്കെ ഒരു മനുഷ്യ സ്ത്രീ ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഉമ്മയും ബാപ്പയും നല്ല ഒരു സ്ത്രീയാണ്, സ്ത്രീയും പുരുഷനുമാണ്. ഉമ്മയും ബാപ്പയും ഒരു നല്ല ആളാണ് എങ്കിൽ ഒരിക്കലും ഈ സ്ത്രീ ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീ ആയിട്ട് സമൂഹത്തിൽ മാറൂല. പിന്നെ നീ പറയുന്നുണ്ട് ഇവരുടെ പിന്നെ തെറ്റുകൾ വിളിച്ചു പറയാൻ ഞാൻ ആളല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു വ്യക്തി അവൾ കാരണം മറ്റൊരുപാട് പേരുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞിട്ടും വാമൂടി വെച്ചവളാണ് നീ. അല്ല, ഇവള് കാരണം മറ്റുള്ള നിരപരാധികളായിട്ടുള്ള ഒരുപാട് സ്ത്രീ പുരുഷന്മാര് കണ്ണീര് കുടിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും വാ അടച്ചു വെച്ചവളാണ് നീ. എന്ന് നീ വന്നിരുന്ന് എന്നെ സഹോദരി എന്ന എന്ത് യോഗ്യത ഉണ്ട് തള്ളെ? ഇനി ഞാൻ എന്റെ പൊതുജനങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മളൊരു സിനിമ കാണുന്നു, ആ സിനിമയിൽ അന്യന്റെ വീട്ടിൽ കയറി നിരന്തരം പിന്നെ ആ പ്രദേശത്ത്, അതായത് ഏത് സിനിമ ഉദാഹരണമായിട്ട് പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പിന്നെ മറ്റൊരാളുടെ വീട്ടിൽ കയറി അവന്റെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം തല്ലി തകർത്ത് അവന്റെ വീട്ടിൽ നിന്ന് പണവും ആഭരണങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോയി ആ വീട്ടിലുള്ള പെൺകുട്ടീനെ റേപ്പ് ചെയ്ത് റേപ്പ് ചെയ്ത് പോയ ഒരു ഗുണ്ടയെ പിന്നീട് നായകൻ പോയി അടിച്ച് നിരപ്പാക്കി. ഇത് കണ്ട് കൈ കൊട്ടാത്ത ആരുണ്ടടേ? ഞാനൊക്കെ ആ ആളുകളിൽ പെട്ട ആളാണ്. പിന്നെ നിരന്തരമായിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ആളുകളുടെ മേലെ ഒരുപാട് തെറ്റുകൾ ആരോപിച്ചുകൊണ്ട് ഇവള് വലിയ പുണ്യവതിയാണ് എന്ന് വരുത്തി തീർക്കുമ്പോ ഇവളാണ് പ്രശ്നക്കാരി എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ മുഴുവൻ സമയം എഫേർട്ട് എടുത്ത് ഞാൻ ചെയ്തു. അതെന്റെ ക്വാളിറ്റിയാണ്. ഇത് കണക്ക് വീണ് കിടക്കുന്നതിനെ ചവിട്ടരുത് എന്നൊരു ഡയലോഗ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ മറ്റുള്ളവരുടെ വീട്ടിൽ കയറി അവിടെ പിന്നെ വേണ്ട കോലാഹലം അത്രയും ചെയ്ത് ആ വീട് നശിപ്പിച്ച് ആ വീട്ടിലുള്ള ആളുകളെയും കൊന്ന് പുറത്തിറങ്ങി പോയ ഗുണ്ടേനെ നായകൻ ചെന്ന് അടിച്ച് പിന്നെ തല്ലി ചതുക്കിയിട്ട് അവിടെ പാതി ജീവനിൽ കിടക്കുന്ന പിന്നെ വില്ലനെ കണ്ടു. ആ വില്ലനെ ആരൊക്കെയോ കൂടി ചേർന്ന് പിന്നെ ആശുപത്രി കൊണ്ടുവന്ന് ഓക്സിജനും കൊടുത്ത് അവനെ രക്ഷിക്കുകയാണ്. നിങ്ങൾ സമ്മതിക്കുവോടെ? നിങ്ങൾ സമ്മതിക്കുവോ? ആ വില്ലൻ രക്ഷപ്പെട്ടു. അയ്യോ, മനുഷ്യത്വത്തിന്റെ പേരിൽ ആ വില്ലൻ രക്ഷപ്പെട്ടു. അടുത്ത വീട്ടിൽ കയറി അയാൾ വീണ്ടും ഇതേ അക്രമം തന്നെ കാണിക്കുമെന്നുള്ളത് നമ്മൾ ഉൾ മനസ്സിനറിയാം, അല്ലെ? അത് സിനിമയാണെങ്കിൽ പോലും നമ്മൾ ആഗ്രഹിക്കും അയാളുടെ മരണം, നമ്മൾ ആഗ്രഹിക്കും. ഇവിടെ ഈ സ്ത്രീയുടെ മരണം ഞാൻ ആഗ്രഹിക്കുന്നതല്ല ഞാൻ പറയുന്നത്. പക്ഷെ വീണ് കിടക്കുന്നവനെ ആക്രമിക്കരുത്. എവിടെ ആര് വീണ് കിടക്കുന്നെന്നാണ്? ഈ സ്ത്രീ വീണ്ടും അവിടെ നിന്ന് എണീക്കും. ഈ കുഞ്ഞിനെയും കൊണ്ടുവന്ന് നാട്ടുകാരുടെ മുന്നിൽ തെണ്ടും. ഇവിടെ നിരപരാധികളായ നാട്ടുകാർ ഇവളെ വിശ്വസിക്കും. ഈ കുഞ്ഞിന് വേണ്ടിയിട്ട്, ഇവളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് വീണ്ടും ഇവൾക്ക് പണം കൊടുക്കും. ഈ പണം കൊണ്ട് ഇവൾ മറ്റൊരു സ്ത്രീയുടെ ജീവിതം തകർക്കും, മറ്റൊരുപാട് സ്ത്രീകളുടെ ജീവിതം തകർക്കും, മറ്റൊരുപാട് പുരുഷന്മാരുടെ ജീവിതം തകർക്കും, മറ്റൊരുപാട് മനുഷ്യരുടെ ജീവിതം തകർക്കും. ഈ കഷ്ടപ്പെടുന്ന ആളുകളിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഈ പണം കൊണ്ട് ഇവൾ പല ആളുകൾക്കും പെണ്ണു പിടിക്കാനും കള്ളു കുടിക്കാനുമുള്ള പണം കൊടുക്കും. ഈ മക്കൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ വാങ്ങുന്ന തുകകൾ കഷ്ടപ്പെടുന്നവന്റെ അന്നം ഇവൾ മറ്റുള്ളവന്മാർക്ക് കള്ളു കുടിക്കാനും പെണ്ണു പിടിക്കാനും കൊടുക്കും. ഇത് നിങ്ങൾക്ക് ഒരു കഷ്ടപ്പാടായിട്ട് തോന്നും. അവൾ ഈ ചെയ്യുന്ന ഇത്രയും വലിയ വൃത്തികേട് നിങ്ങൾക്ക് കഷ്ടപ്പാടായിട്ട് തോന്നും. എനിക്ക് തോന്നൂല. കാരണം എനിക്ക് നന്നായി അറിയാം ഈ സ്ത്രീ എന്ത് തരത്തിലുള്ള ഒരു സ്ത്രീയാണ് എന്ന്. നിങ്ങൾക്ക് അത്രയ്ക്ക് പിന്നെ ധൈര്യമുണ്ട്. നിങ്ങൾ പറയുന്നില്ല അവളുടെ വീട്ടിൽ പോകാൻ നിങ്ങൾ തയ്യാറായി, നിങ്ങൾ പോവുക. അവളുടെ വീട്ടിൽ പോയി, അവളുടെ നാട്ടിൽ പോയി നിങ്ങൾ അന്വേഷിക്കുക. ഈ സ്ത്രീ എത്തരക്കാരിയാണ് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക. ഇവളെയൊന്നും നന്നാക്കലൊന്നും അല്ല ആരുടെയും ജോലി എന്ന് പറയുന്നത്. പക്ഷെ മറ്റൊരാളുടെ ജീവിതം തകർക്കാൻ ഉതകുന്ന തരത്തിൽ വളർന്നു വരുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ
ഈ സ്ത്രീയെ എനിക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് മാത്രമല്ല, ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ പോലുള്ളവരെയൊക്കെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഈ ഒരുപാട് തവണ പ്രാർത്ഥിച്ചു തുപ്പുകയാണ് ചെയ്യുന്നത്. എന്നെ സഹോദരി എന്ന് വിളിക്കരുത് മാഡം, എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. ഇതിനേക്കാളൊക്കെ വിശേഷം എന്ത് എന്നറിയാമോ? ഈ സ്ത്രീ ഒരു കുഞ്ഞിനെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഈ നശിപ്പിച്ച് കളഞ്ഞ കുഞ്ഞിന്റെ കഥ വരെ ഈ തള്ളമരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് അങ്ങ് പൊക്കുമ്പോ, അവളെ പൊക്കുമ്പോ നിങ്ങളൊന്നും ഭയങ്കര വലിയ ഗുഡ് ക്വാളിറ്റി ഉള്ള ആളുകളാണ് എന്ന് വിചാരിക്കേണ്ട. പിന്നെ എന്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് എന്ത് എന്നുള്ളത്, ഞാനല്ല അനുഭവിച്ചത്, എന്റെ പ്രിയപ്പെട്ടവരാണ്. അത് എനിക്ക് മറക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എന്റെ പ്രിയപ്പെട്ടവർ ഇവരോട് ക്ഷമിച്ചാൽ പോലും ഞാൻ ഇവരോട് ക്ഷമിക്കാൻ തയ്യാറുമല്ല. കാരണം അവരൊക്കെ അത്രത്തോളം വേദനകൾ സഹിച്ചത് ഒരു തെറ്റും ചെയ്യാതെ ആണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. 100 കുറ്റവാളികൾ രക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് നമ്മളെ ആപ്തവാക്യം എന്ന് പറയുന്നത്. പക്ഷെ ഇവളുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവന്നതിന്റെ പേരിൽ എന്റെ സുഹൃത്തുക്കൾ അനുഭവിക്കേണ്ടി വന്നത് എന്ത് എന്നുള്ളത് നല്ല ബോധ്യമുള്ള ഒരാളായതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീയോട് ക്ഷമിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ സ്ത്രീനെ എങ്ങനെ കെട്ട് എവിടെ കിടന്നാലും എനിക്കതൊരു വിഷയമുള്ള ഒരു കാര്യമല്ല. ഇത് മാത്രമല്ല, ഇന്നും അവളുടെ കളവുകളാണ് നാട്ടുകാരുടെ മുന്നിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്നുണ്ട്, അവരുടെ കള്ളങ്ങൾ നീ പൊളിക്കേ, അതോ എന്തോ എന്റെ സഹോദരനായിട്ട് എന്നെ അവിഹിതം പറഞ്ഞ സമയത്ത് ഈ തള്ള ഈ ഖദീജ എന്ന് പറയുന്നവരുടെ പിന്നെ കമന്റ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. സത്യങ്ങളെല്ലാം പുറത്തു വരട്ടെ എന്ന്. എന്നിട്ട് ആരുടെ സത്യം തള്ളെ പുറത്തു വന്നത്? ആരുടെ സത്യമാണ്? നിങ്ങളൊക്കെ കൂടി മൂടി വെച്ച് ഒരുപാട് കുടുംബങ്ങൾ നശിപ്പിച്ചു കൊണ്ടിരുന്നിടത്ത് പടച്ച തമ്പുരാൻ അവളുടെ അത്രയും വലിയ കള്ളം പുറത്തു കൊണ്ടുവന്നു. ഇത് പുറത്തു കൊണ്ടുവന്നതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ അപമാനിച്ച് അവളുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാക്കിയ ആളുകളുടെ മുന്നിൽ വെച്ച് അവൾ പറഞ്ഞത് സത്യമാണ് എന്ന് ലോകത്തിന് മുന്നിൽ തെളിഞ്ഞു. അവള് ഒരു കല്യാണ രമണി തന്നെയാണ് എന്നുള്ളത് ഇനിയും ഇവൾ കെട്ടും. നിങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കെ ഇവൾ ഇനിയും കല്യാണം കഴിക്കും. ഇനിയും ഒരുപാട് ഇക്കാക്കന്മാരുടെ പിന്നാലെ ഇവൾ പോവും. ഒരുപാട് സ്ത്രീകളെ ഇവൾ കണ്ണീര് കൊടുപ്പിക്കും. ഒരുപാട് കുടുംബങ്ങളിൽ കയറി ഇവൾ കളിക്കും. ഒരുപാട് കുടുംബങ്ങൾ ഇവൾ നശിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളൊക്കെ